ഓറഞ്ച് അലർട്ടുള്ള ഇടുക്കി ജില്ലയിൽ മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് മുന്നറിയിപ്പ് നൽകാൻ കഴിയാതിരുന്നതിന് കാരണമെന്നാണ് സൂചന. തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരുമെന്ന് 24 വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടം ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ ജില്ലയിൽ പലയിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമാണ് MVIPയുടെ അധീനതയിലുള്ള മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതിയും വാർത്താമാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും വേണം. എന്നാൽ ഇന്നലെ വൈകിട്ട് ഷട്ടറുകൾ ഉയർത്തുന്ന വിവരം മുന്നറിയിപ്പായി നൽകിയില്ല. റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ച് ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാണ് MVIP വിശദീകരണം. ഇത്തരം കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് DDMAയ്ക്കും തഹസിൽദാർക്കും എല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിന്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. ഇന്നലെ രാത്രി മുതൽ ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ശാന്തൻപാറയിൽ മരമൊടിഞ്ഞു വീണ് ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. രാമക്കൽമേട്ടിൽ കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞ് അപകടമുണ്ടായി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയിലും നിർമ്മാണ മേഖലയിലും ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 ഇടുക്കി.